കോഷ്യൻ്റ് സ്പേസിനെ കുറിച്ച് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് നമ്മൾ ക്ലാസ് നിർത്തിയത് കഴിഞ്ഞ ദിവസം. അഫൈൻ സ്പേസ് എന്താണെന്ന് വരെ ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ അഫൈൻ സ്പേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാപിറ്റൽ വി ഒരു വെക്ടർ സ്പേസും ക്യാപിറ്റൽ യു അതിൻ്റെ സബ്സ്പേസും സ്മോൾ വി എന്ന് പറയുന്ന ക്യാപിറ്റൽ വിയിൽ ഒരു വെക്ടറും ആണെങ്കിൽ വി പ്ലസ് യു എന്നെഴുതുന്ന ആ ഒരു സ്പേസിനെയാണ് നമ്മൾ അഫൈൻ സ്പേസ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിളിനെ കുറിച്ച് ഞാൻ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു തിയറം 1.54 ആണ്. ലെറ്റ് ക്യാപിറ്റൽ എസ് ബി എ നോൺ എൻഡി സബ്സെറ്റ് ഓഫ് എ വെക്ടർ സ്പേസ് ക്യാപിറ്റൽ വി. ദ ഫോളോയിങ് ആർ ഇക്വലൻ്റ്. ക്യാപിറ്റൽ എസ് ഈസ് ആൻ അഫൈൻ സ്പേസ് ഇൻ ക്യാപിറ്റൽ വി. 2 if എക്സ് വൈ ബിലോങ്സ് ടു എസ് ദെൻ ആൽഫ എക്സ് പ്ലസ് 1 മൈനസ് ആൽഫ വൈ ബിലോങ്സ് ടു എസ് ഫോർ ഈച്ച് സ്കെയിലർ ആൽഫ. 3 ഫോർ എനി എൻ ബിലോങ്സ് ടു എൻ. ഇഫ് വി വൺ കോമ എക്സെട്ര വി എൻ ബിലോങ്സ് ടു എസ് ആൻഡ് ആൽഫ വൺ കോമ എക്സെട്ര ആൽഫ എൻ ബിലോങ്സ് ടു എഫ് with sigma alpha j equal to 1 then sigma j is equal to 1 when alpha j bj belongs to s. ഇത് മൂന്നും ഇക്വലൻ്റ് ആണെന്ന് നമുക്ക് കാണിക്കേണ്ടത്. അപ്പം നമുക്ക് ആദ്യം 1 implies 3 നോക്കാം. എസ് അഫൈൻ സ്പേസ് ആണെന്ന് അസ്യൂം ചെയ്യണം. അതിൽ മൂന്നാമത് കൊടുത്തിരിക്കുന്ന സംഭവം നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. ഇപ്പോൾ അഫൈൻ സ്പേസ് ആണെങ്കിൽ അഫൈൻ സ്പേസിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് എസ് എന്തായിരിക്കും? വി പ്ലസ് യു എന്ന് എഴുതാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിരിക്കും. വി പ്ലസ് യു ഫോർ സം വി ബിലോങ്സ് ടു ക്യാപിറ്റൽ വി ആൻഡ് ഫോർ സം സബ്സ്പേസ് യു ഓഫ് ക്യാപിറ്റൽ വി. ലെറ്റ് വി വൺ കോമ എക്സെട്ര വി എൻ ബിലോങ്സ് ടു ക്യാപിറ്റൽ എസ് ആൻഡ് ആൽഫ വൺ കോമ എക്സെട്ര ആൽഫ എൻ ബിലോങ്സ് ടു എഫ് വിത്ത് സിഗ്മ ജെ ഈക്വൽ ടു 1 when ആൽഫ ജെ ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മൂന്നാമത്തെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ എടുക്കുന്നത്. ഇനി വി വൺ കോമ എക്സെട്ര വി എ നമ്മൾ എവിടെ നിന്ന് എസ് നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ എസ്സിൻ്റെ ഫോം എന്ന് പറയുന്നത് സ്മോൾ വി പ്ലസ് ക്യാപിറ്റൽ യു ആണ്. അതായത് എസ്സിലെ എല്ലാ വെക്ടറും യുവിൻ്റെ യുവിലുള്ള വെക്ടറുകളുടെ ഇടതുഭാഗത്ത് വി ആഡ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ നമുക്ക് വി വണ്ണിനെ നമുക്ക് എങ്ങനെ എഴുതാം? സ്മോൾ വി പ്ലസ് ഒരു യു വൺ ആയിരിക്കും. ഇത് എസ് നിന്ന് എടുക്കുന്നതാണല്ലോ. വി ടു എന്ന് പറയുന്നത് സ്മോൾ വി പ്ലസ് യു പിന്നെ യു ടു ആയിരിക്കും. അങ്ങനെ എക്സെട്ര വി എൻ എന്ന് പറയുന്നത് സ്മോൾ വി പ്ലസ് യു എൻ ആയിരിക്കും. ഫോർ സം യു വൺ കോമ എക്സെട്ര യു എൻ ബിലോങ്സ് ടു ക്യാപിറ്റൽ യു. ഹെൻസ് സമ്മേഷൻ ജെ ഈക്വൽ ടു 1 when ആൽഫ ജെ വി ജെ 0 സമ്മേഷൻ ജെ ഈക്വൽ ടു 1 when ആൽഫ ജെ ഇൻറ്റു വി ജെക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? സ്മോൾ വി പ്ലസ് യു ജെ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഈക്വൽ ടു ഈ സമ്മേഷൻ നമ്മൾ അകത്തേക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. സമ്മേഷൻ ജെ ഈക്വൽ ടു 1 when ആൽഫ ജെ വി അപ്പോൾ സമ്മേഷൻ ജെ ഈക്വൽ ടു 1 when ആൽഫ ജെ യു ജെ എന്ന് കിട്ടും. അപ്പോൾ ഈക്വൽ ടു സമ്മേഷൻ ജെ ഈക്വൽ ടു 1 when സ്മോൾ വി നമുക്ക് ഈ സമ്മേഷനെ ബാധിക്കാത്തതായതുകൊണ്ട് അതിന് പുറത്തെടുക്കാം. അപ്പോൾ വി ഇൻറ്റു സമ്മേഷൻ ജെ ഈക്വൽ ടു 1 when ആൽഫ ജെ എന്ന് കിട്ടും. അത് 1 നമ്മൾ തന്നിട്ടുണ്ട്. പ്ലസ് സമ്മേഷൻ ജെ ഈക്വൽ ടു 1 when ആൽഫ ജെ യു ജെ. ഇനി ആ യു സബ്സ്പേസ് ആണല്ലോ, ആയതുകൊണ്ട് ഈ സമ്മേഷൻ ജെ ഈക്വൽ ടു 1 when ആൽഫ ജെ യു ജെനെ നമ്മൾ യു എന്ന് വിളിക്കുന്നു. കാരണം യുകളുടെ സം ആയതുകൊണ്ട് അതിനൊരു സ്മോൾ യു എന്ന് വിളിക്കുന്നു. അതെവിടെ വരും? ക്യാപിറ്റൽ യുവിനകത്ത് വരും. ക്യാപിറ്റൽ യുവിലുള്ള വെക്ടറുകളാണ് ഈ യുകളെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് സബ്സ്പേസ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ എവിടെ വരും? ക്യാപിറ്റൽ യുവിനകത്ത് വരും. ദസ് സമ്മേഷൻ ജെ ഈക്വൽ ടു 1 when ആൽഫ ജെ വി ജെ. സ്മോൾ വി എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ എവിടെ നിന്ന് എടുത്തതായിരുന്നു? സ്മോൾ വി എന്ന് പറയുന്നത് ക്യാപിറ്റൽ വി എന്ന് എടുത്തതാണ്. ഇപ്പോൾ സ്മോൾ വി പ്ലസ് സ്മോൾ യു ഫോമിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. സ്മോൾ വി പ്ലസ് സ്മോൾ യു എവിടെ വരും? എസ് സി വരും. കാരണം എസ്സിൻ്റെ ഫോം എന്ന് പറയുന്നത് സ്മോൾ വി പ്ലസ് ക്യാപിറ്റൽ യു ആണ്. അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇനി നമ്മൾ 3 implies 2 എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് പ്രൂഫില്ല. 3 അസ്യൂം ചെയ്യുക. 3 അസ്യൂം ചെയ്യുമ്പോൾ 3-ക്കകത്തൊരു കണ്ടീഷനുണ്ട്. സിഗ്മ ആൽഫ ജെ 1 ആണെങ്കിൽ സിഗ്മ ആൽഫ ജെ വി ജെ എസ് സി വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്തിൽ എന്നിന് 2 കൊടുക്കുക. അതായത് ഇവിടെ വി വൺ കോമ എക്സെട്ര വി എന്നിൻ്റെ സ്ഥാനത്ത് 2 വെക്ടർ വരും. കോൺസ്റ്റൻറ്റ് 2 വരും. സിഗ്മ ആൽഫ ജെ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കോൺസ്റ്റൻറ്റ് കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 വരണമെന്നല്ലേ. ഇപ്പോൾ നമ്മുടെ ആ 2 കോൺസ്റ്റൻറ്റ് ആൽഫയും 1 മൈനസ് ആൽഫയും അങ്ങനെ വന്നാലല്ലേ നമുക്ക് അത് 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ 2 കോൺസ്റ്റൻറ്റ് ഉണ്ടെങ്കിൽ ഏത് 2 വെക്ടേഴ്സ് എക്സും വൈയും വി വൺ വി ടുവിൻ്റെ സ്ഥാനത്ത് ഇവിടെ എക്സും വൈയും ആണ്, അതെടുത്താലും നമുക്ക് ആൽഫ എക്സ് പ്ലസ് 1 മൈനസ് ആൽഫ വൈ ഇവിടെ ഉണ്ടെന്ന് കിട്ടും. എസ്സിനകത്തിനുണ്ടെന്ന് കിട്ടും. അപ്പോൾ അതിന് പ്രത്യേകിച്ച് പ്രൂഫില്ല. അടുത്തതായിട്ട് നമ്മൾ 2 അസ്യൂം ചെയ്യുക. 2 എന്താണ് പറയുന്നത്? എക്സും വൈയും എസ്സിനകത്തിലുണ്ടെങ്കിൽ ആൽഫ എക്സ് പ്ലസ് 1 മൈനസ് ആൽഫ വൈ ഫോർ ഈച്ച് സ്കെയിലർ 2 അസ്യൂം ചെയ്യുന്നത്. നമുക്കത് എസ് അഫൈൻ സ്പേസ് ആണെന്നാണ് കാണിക്കേണ്ടത്. ഫിക്സ് സ്മോൾ വി ബിലോങ്സ് ടു ക്യാപിറ്റൽ എസ്. അപ്പം നമുക്ക് എസ് നമ്മുടെ കയ്യിലുണ്ട്. എസ് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നത്? 2-നകത്തിലുള്ള എസ് ആണ്. എസ് എന്ന് പറയുന്നൊരു
സെറ്റിൻ്റെ പ്രത്യേകത 2-ലുള്ള ഒരു കണ്ടീഷൻ മാത്രം നമ്മൾ അസ്യൂം ചെയ്യുന്നത്. എസ് ഒരു സെറ്റാണ്, സാധാ ഒരു സെറ്റ്. അപ്പോൾ അതിനകത്തു നിന്നൊരു വി എടുക്കുന്നു. എന്നിട്ട് ഈ യു എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യുക, കൺസ്ട്രക്ട് ചെയ്തെടുക്കുകയാണ് എക്സ് മൈനസ് വി എന്നും പറഞ്ഞ് എടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ യുവിൻ്റെ കൂടെ വി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, എസ് കിട്ടുമെന്ന് മനസ്സിലാവുമല്ലോ. കാരണം എസ് ഇസിക്കൽ വി പ്ലസ് യു എന്ന് മനസ്സിലാവും. സോ ഇറ്റ് ഈസ് ഇനഫ് ടു ഷോ ദാറ്റ് യു എന്ന് പറയുന്ന ഒരു സബ്സ്പേസ് ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൂഫ് കഴിയും. കാരണം എസ് ഇസിക്കൽ വി പ്ലസ് യു ഫോമിൽ എഴുതുക, യു സബ്സ്പേസ് ആകുമ്പോഴാണ് അതിനെ നമുക്ക് അഫൈൻ സ്പേസ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ എസ് ഇസിക്കൽ വി പ്ലസ് യു എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഒരേ ഒരു കാര്യം കിട്ടിയാൽ മതി, യു സബ്സ്പേസും കൂടെ ആയിക്കഴിഞ്ഞാൽ അതൊരു അഫൈൻ സ്പേസ് ആവും. അപ്പോൾ അത് സബ്സ്പേസ് ആകുക എന്ന് പ്രൂവ് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന കണ്ടീഷൻ നമ്മൾ ഉപയോഗിക്കും. ഇനി അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സബ്സ്പേസ് ആവണമെങ്കിൽ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും പിന്നെ വെക്ടർ അഡിഷനും ക്ലോസ്ഡ് ആയാൽ മതി. ലെറ്റ് സ്മോൾ യു ബിലോങ്സ് ടു ക്യാപിറ്റൽ യു ആൻഡ് ലെറ്റ് ആൽഫ ബിലോങ്സ് ടു എഫ്. ദെൻ എക്സ് യുവിൽ നിന്ന് എടുക്കുന്നു, ആൽഫ എഫിൽ നിന്നും എടുക്കുന്നു. ദെൻ യു ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ഫോർ സം എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എസ്. യു ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വി. Let x u belongs to u and alpha belongs to f, then u is equal to x minus v for some x belongs to capital S. കാരണം എന്താണ്, നമ്മൾ യു എന്ന് പറയുന്നത് എവിടെ നിന്ന് എടുത്ത, ക്യാപിറ്റൽ യുവിൽ നിന്നാണ് എടുത്ത. ക്യാപിറ്റൽ യുവിലുള്ള എല്ലാവരുടെയും ഫോം എക്സ് മൈനസ് വി ആണ്. ആസ് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എസ് ആൻഡ് സ്മോൾ വി ബിലോങ്സ് ടു ക്യാപിറ്റൽ എസ്. ഈ ഇവിടെ ഉള്ള എക്സും വിയും ഇവിടെ ഉള്ളത് ക്യാപിറ്റൽ എസിനകത്തുള്ളതായതുകൊണ്ട് ആൽഫ എക്സ് പ്ലസ് വൺ മൈനസ് ആൽഫ ഇൻറ്റു വി എന്ന് പറയുന്നത് എവിടെ വരും, എസിനകത്ത് വരും. കാരണം നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് ഏത് രണ്ട് വെക്ടേഴ്സ് എടുത്താലും പിന്നെ കോൺസ്റ്റൻറ്റ് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടുവാണെങ്കിൽ ആ കോൺസ്റ്റൻറ്റ് ആൽഫ ഇൻറ്റു എക്സ് പ്ലസ് വൺ മൈനസ് ആൽഫ ഇൻറ്റു വി എസ് സി വരുമെന്ന് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. ദസ് ആൽഫ ഇൻറ്റു യു ആണ് നമുക്ക് കിട്ടേണ്ടത്, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് ആണെന്നുള്ളത്. അപ്പോൾ ആൽഫ ഇൻറ്റു യുവിനെ നമുക്ക് ആൽഫ ഇൻറ്റു യു എന്താണ്, എക്സ് മൈനസ് വി ആണ്, ഈക്വൽ ടു ഈ എക്സ് മൈനസ് വിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ആൽഫ എക്സ് പ്ലസ് വൺ മൈനസ് ആൽഫ ഇൻറ്റു വി മൈനസ് വി. അത് നിങ്ങൾ ആഡ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്, ആൽഫ ഇൻറ്റു എക്സ് മൈനസ് വി എന്ന് തന്നെ കിട്ടും. ഇനി ആൽഫ എക്സ് പ്ലസ് വൺ മൈനസ് ആൽഫ വി ഇവിടെ ഉണ്ട്, എസിലുണ്ട്. സ്മോൾ വി എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്, എസിലുണ്ട്. അതുകൊണ്ട് പിന്നെ ഇതിന് സബ്ട്രാക്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ സംഭവം അല്ല, എസിലുള്ളൊരു വെക്ടറെ മൈനസ് വി ആ ഫോമിൽ വരുന്ന എല്ലാം എവിടെ ഉണ്ട്, യുവിലുണ്ട്. അങ്ങനെയാണ് എസിലുള്ള വെക്ടറാണ് ആൽഫ എക്സ് പ്ലസ് വൺ മൈനസ് ആൽഫ വി, അത് മൈനസ് വി എവിടെ ഉണ്ട്, യുവിനകത്തിലുണ്ട്. നെക്സ്റ്റ് u1 u2 രണ്ടെണ്ണം എടുക്കുന്നു. u1ൻ്റെ ഫോം എങ്ങനെ ആയിരിക്കും, x1 മൈനസ് വി ആയിരിക്കും. u2ൻ്റെ ഫോം x2 മൈനസ് വി ആയിരിക്കും. പിന്നെ u1 പ്ലസ് u2 is equal to x1 മൈനസ് വി പ്ലസ് x2 മൈനസ് വി is equal to x1 പ്ലസ് x2 മൈനസ് 2v is equal to x2 ഇൻറ്റു x1 പ്ലസ് x2 ബൈ 2 മൈനസ് വി. ഇനി x1 പ്ലസ് x2 ബൈ 2 എന്ന് പറയുന്നത് എസിനകത്തിൽ ഉണ്ട്. കാരണം എന്താണ്, x1ഉം x2ഉം എസിനകത്തിലുള്ളതാണ്. അതുകൊണ്ട് we have u is equal to x1 plus x2 divided by 2 minus v. അപ്പോൾ എസിലുള്ളൊരു വെക്ടറെ മൈനസ് വി അവിടെ ഉണ്ട്, യുവിനകത്തിലുണ്ട്. ആൻഡ് ഹെൻസ് u1 പ്ലസ് u2 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു യു എന്ന് പറയുന്ന സംഭവം ഇവിടെ ഉണ്ട്, യുവിനകത്തിലുണ്ട്. ദെയർഫോർ യു എന്ന് പറയുന്നത് സബ്സ്പേസ് ക്യാപിറ്റൽ വി ആണ്. സ്പേസ് ക്യാപിറ്റൽ, കാരണം സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ കോസ്റ്റ് ആണെന്ന് ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തില്ല, അതുകൊണ്ടാണ്.